ഞാൻ അവസാനമായി കണ്ട വിക്രം സിനിമ. ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരം പ്രകാരം ഇതൊരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ പടമൊന്നുമല്ല. ബട്ട് എന്നോട് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അതായിരുന്നു 2016 പുറത്തിറങ്ങിയ വിക്രം ചിത്രം ഇരുമുഖൻ. എന്തൊക്കെയാണ് ഇതിന്റെ USP എന്ന് ചോദിച്ചാൽ, എനിക്ക് പേഴ്സണലി എപ്പോഴും വില്ലന്മാർ നായകന്മാരെക്കാൾ ഒരുപടി സ്ട്രോങ് ആയി നിൽക്കുന്ന സിനിമകളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ഈ സിനിമ അതിനൊരു ഉദാഹരണമാണ്. ആൻഡ് ഓഫ് കോഴ്സ് വില്ലൻ ക്യാരക്ടറിൽ കൊണ്ടുവന്ന ആ ഒരു വ്യത്യസ്തത. ഒരു സ്ഥിരം 6 feet 100 kg കൈ വില്ലനായി വരുന്നത് കണ്ടുമെടുത്തിരിക്കുന്ന നമുക്ക് ഇത് തികച്ചും റിഫ്രഷിംഗ് ആണ്. നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതില് വില്ലന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, അല്ലെങ്കിൽ അതാണ് ഈ സിനിമയുടെ മെയിൻ എലമെന്റ്. സോ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാൻ അതിനു മുമ്പ് കണ്ട ഒരു സിനിമകളിലും കണ്ടിരുന്നില്ല. സോ അങ്ങനെ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥ എന്ന നിലക്കും ഈ സിനിമയെ അല്ലെങ്കിൽ ഇതിന്റെ കഥാ പശ്ചാത്തലത്തെ യുണീക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഇവിടെ ഒരുപാട് വിക്രം ഫാൻസ് ഉണ്ടെന്നും അവരൊക്കെ ഈ സിനിമ കണ്ടതാണെന്നും എനിക്കറിയാം. എന്നാൽ ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. ഇറ്റ്സ് എ 10 on 10 എന്റർടൈനിങ് മൂവി. 10ൽ 10 കൊടുക്കണോ? എന്തെങ്കിലും ഒരു കുറവ് ആ സിനിമയ്ക്കും കാണില്ലേ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സിനിമയിലെ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയാൻ നമുക്ക് വേറൊരു സിനിമ റെഫറൻസ് വേണ്ടേ? പക്ഷെ കഥ ഈ ഒരു രീതിയിൽ സഞ്ചരിച്ച മറ്റൊരു സിനിമ ഞാൻ കാണാത്തിടത്തോളം ഇതിന്റെ പ്ലോട്ട് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞ ആ എലമെന്റ് കൊണ്ട് തന്നെ ഇറ്റ് വിൽ സ്റ്റാൻഡ് ആസ് എ 10 on 10 മൂവി.